സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് അതിരൂപത വിശ്വാസി കൂട്ടായ്മ രംഗത്ത്. വിമത വിഭാഗത്തിനൊപ്പം പ്രവർത്തിച്ച ബിഷപ്പുമാർ, വൈദികർ തുടങ്ങിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് മുന്നോടിയായി നടക്കുന്ന സിനഡ് യോഗത്തിന് പുറത്ത് അനിശ്ചിതകാല സമരം നടത്താനാണ് കൂട്ടായ്മയുടെ തീരുമാനം. 18-ാം തീയതിയാണ് മൗണ്ട് സെന്റ് തോമസിൽ സിനഡ് യോഗം നടക്കുക. സഭാവിരുദ്ധമായി പ്രവർത്തിച്ച ബിഷപ്പുമാർക്കെതിരെയും സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ മാരത്തോൺ കുർബാന നടത്തിയ വൈദികർക്കുമെതിരെയും നടപടി വേണമെന്നാണ് വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. പിന്നെ നമ്മുടെ സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചതിന് ശേഷം പുറത്തു വന്ന് പിന്നെ ആ തീരുമാനങ്ങളെ മാറ്റി പറഞ്ഞു. അതായത് പിന്നെ സത്യം പറഞ്ഞാൽ കരിങ്കാലി പണി ചെയ്തു. അങ്ങനെയുള്ള സഭയിലെ ഒരു 5ഓളം പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരെ നമ്മൾ സഭയിൽ നിന്നും സിനഡിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഒന്നാമത്തെ മുദ്രാവാക്യം. രണ്ടാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പിന്നെ ഈ ആഭിചാര കുർബാന ചൊല്ലിയ മുഴുവൻ വൈദികരെയും സഭാപരമായി നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഞങ്ങൾ പറയുന്നത് കുരിയ അംഗങ്ങൾ, ഈ സഭയിൽ കുരിയ അംഗങ്ങളാണ്. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് സഭാ ആസ്ഥാനത്തും രൂപത ആസ്ഥാനത്തും കുരിയ അംഗങ്ങളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മെത്രാന്മാർ ഇത് ഒപ്പുവെക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ കുരിയ അംഗങ്ങളെ അഴിച്ചു പണിയണം. പുതിയ കുരിയ അംഗങ്ങളെ 2 അതിരൂപത ആസ്ഥാനത്തും അതുപോലെ തന്നെ സഭയുടെ ആസ്ഥാനത്തും നിയമിക്കണമെന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ആത്മായർക്ക് സിനഡിൽ പ്രാതിനിധ്യം ഉണ്ടാക്കണം. ഏകീകൃത കുർബാന വിഷയത്തിൽ ശാശ്വത പരിഹാരം എന്നതാണ് ഇവരുടെ ആവശ്യം. ഓഗസ്റ്റ് 22-നാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുന്നത്. 5 വർഷത്തിനൊരിക്കൽ നടക്കുന്ന സഭയുടെ പ്രധാനപ്പെട്ട ഈ യോഗത്തിലും തങ്ങൾക്ക് അനുകൂലമായ നിലപാട് വേണമെന്നാണ് വിശ്വാസി കൂട്ടായ്മയുടെ ആവശ്യം. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരാൻ എന്തുകൊണ്ട് സഭാപിതാക്കന്മാർക്ക് കഴിയുന്നില്ല? ഈ നടക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലാവട്ടെ, സിനഡിൽ തന്നെ ഈ അവരെടുത്ത തീരുമാനങ്ങളെപ്പറ്റി ആലോചന നടത്തി കാര്യങ്ങൾ നടപ്പാക്കാൻ എന്തുകൊണ്ട് അവർ തീരുമാനിക്കുന്നില്ല? വിശ്വാസികളെ തെരുവ് തളിക്കുന്നതല്ലേ? അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കല്ലേ? പിതാക്കന്മാർക്ക് നേരിട്ട് ലെറ്റർ കൊടുത്തു, കത്ത് കൊടുത്തു. 6ഓളം പിതാക്കന്മാർക്ക് നേരെ കണ്ട് സംസാരിച്ചു. മുഴുവൻ ആളുകൾക്കും മറ്റ് ലെറ്റർ മെയിൽ ചെയ്തു, കത്ത് കൊടുത്തു. ഈ അസംബ്ലിയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഞങ്ങളതിനകത്ത് സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള വാഹനജാഥകളോടെയാണ് പ്രതിഷേധത്തിന്റെ വിളംബര കൂട്ടായ്മയായിരിക്കുന്നത്. സിനഡ് യോഗം നടക്കുമ്പോൾ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.